നമ്മൾ ഈ അടുത്ത് കേട്ടൊരു വലിയൊരു ന്യൂസാണ് ചൈനയുടെ ഡീപ് സീക്ക് എന്ന് പറയുന്നൊരു എഐനെ കുറിച്ചിട്ട്. ശരിക്കും എന്താണ് ഡീപ് സീക്ക്? അതായത് ഇതൊരു കോൺവെർസേഷണൽ എഐ ടൂളാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് ഇത്ര കാലം നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചിരുന്നത് അമേരിക്കൻ കമ്പനിയുടെ ChatGPT എന്ന് പറയുന്ന ഒരു എഐ ടൂളാണ്, ഞാൻ ഉൾപ്പെടെ കേട്ടോ. ഞാൻ ഏകദേശം കഴിഞ്ഞൊരു 5 മാസത്തോളമായിട്ട് ഈ ChatGPTയുടെ ഒരു പ്ലസ് വേർഷൻ ഉപയോഗിച്ചിരുന്ന വ്യക്തിയാണ്. ഏകദേശം ഒരു മാസം 1999 രൂപ കൊടുത്തിട്ട് ഒരു മാസം ഞാൻ ഈ ChatGPTയുടെ ഈ പ്ലസ് വേർഷൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതായത് O1 എന്നാണ് ആ ഒരു വേർഷൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു പാക്കേജിൻ്റെ ഒരു പേരിട്ടിരിക്കുന്നത്. ഈ സെയിം ഫീച്ചർ ഉള്ള അല്ലെങ്കിൽ ഇതിനേക്കാളും ഫീച്ചറുള്ള ഒരു എഐ ടൂളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയുടെ സ്വന്തം ഡീപ് സീക്ക് എന്ന് പറയുന്ന എഐ ടൂൾ. അതായത് ChatGPT ഒരു മാസം പേയ്മെൻറ്റ് കൊടുത്ത് മേടിക്കുന്ന അതേ സർവീസാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡീപ് സീക്കിൻ്റെ R1 എന്ന് പറയുന്ന ഒരു പാക്കേജിൽ ഒരു ഫ്രീ ഓഫ് കോസ്റ്റിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും അധികം ഒരു പോപ്പുലാരിറ്റി ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ തന്നെ ഈ എഐ ടൂളിന് കിട്ടാനുള്ളൊരു റീസൺ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു എഐ ടൂൾ വന്ന സമയത്ത് തന്നെ നമുക്കറിയാം ചൈനയുടെ എക്കണോമീനെ US-ൻ്റെ എക്കണോമീനെ അതൊരു നല്ല രീതിയിൽ ഷെയർ മാർക്കറ്റിനൊക്കെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം. കാരണം ഈ ഒരുപാട് റീസൺസ് ഉണ്ട്, ഒരുപാട് പൊളിറ്റിക്കലി കുറേ റീസൺസ് ഉണ്ട്. കാരണം ഇപ്പോൾ അടുത്താണ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം എടുത്തൊരു പ്രധാന ഡിസിഷനുകളൊന്നായിരുന്നു ചൈനയ്ക്ക് ഇനി അവർ ചിപ്പുകൾ NVIDIAയുടെ ചിപ്പുകൾ കൊടുക്കൂല എന്നുള്ളൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും റിസ്ട്രിക്ഷൻ നിൽക്കുന്ന ഒരു സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ചൈന അവരുടെ ഒരു എഐയിൽ ഇത്രയും ഒരു വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ ഈ ചൈനയുടെ ഒരു എഐയുടെ റവല്യൂഷൻ എന്നുള്ളതിൻ്റെ ഒരു ചൈനയുടെ ഒരു എഐ റവല്യൂഷൻ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇത്രയും കാലം നേരത്തെ പറഞ്ഞ പോലെ തന്നെ US-ൻ്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു എഐ കമ്പനികളുടെ ഒരു കുത്തകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ എഐ എന്ന് പറയുന്ന മേഖല. അതുകൊണ്ടാണ് അല്ലെങ്കിൽ അത് ബ്രേക്ക് ആവാതിരിക്കാനാണ് ശരിക്കും പറഞ്ഞാൽ US പ്രസിഡന്റ് ഇങ്ങനെയുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ള കാര്യമാണ്. ഏതായാലും ഡീപ് സീക്ക് വന്നതോടുകൂടെ പല IT കമ്പനികൾക്കും അല്ലെങ്കിൽ പല രാജ്യങ്ങൾക്കും മനസ്സിലായി AI എന്ന് പറയുന്ന മേഖലയിലോട്ട് മറ്റുള്ളവർക്കും അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾക്കും കടന്നു വരാൻ പറ്റും എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് ഈ ചൈനയുടെ ഒരു ഡീപ് സീക്കിൻ്റെ വരവോടുകൂടെ. ഏതായാലും ഞാനും ഈ പറഞ്ഞ ഡീപ് സീക്ക് എന്ന് പറയുന്ന AI പ്ലാറ്റ്ഫോം ഒരുപാട് ഉപയോഗിച്ചു. എനിക്ക് കമ്പാരിറ്റീവ്ലി ChatGPT ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് തന്നെയാണ് 1999 രൂപ എന്ന മാസം കൊടുത്ത് ഉപയോഗിച്ചിരുന്ന അത്രയും ഫീച്ചേഴ്സ് ഈ ഡീപ് സീക്ക് ഫ്രീ ഓഫ് കോസ്റ്റിലാണ് തന്നുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യമാണ്. ഈ ChatGPTനെ കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡീപ് സീക്കിൽ നമുക്ക് മലയാളത്തിൽ പല കോൺവെർസേഷൻ നടത്തുന്ന സമയത്തും ഡീപ് സീക്ക് ഒന്നും കൂടെ വളരെ സിമ്പിളായിട്ട് അല്ലെങ്കിൽ ഒന്നും കൂടെ ഹ്യൂമണിന് മനസ്സിലാവുന്ന ഭാഷയിൽ ഡീപ് സീക്ക് പലപ്പോഴും ആൻസർ തരുന്നത് എനിക്ക് ഫീൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇവരുടെ ഒരു സ്പെഷ്യൽ ഫീച്ചറാണ് ഡീപ് തിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ടോപ്പിക്സിനെ കുറിച്ച് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡീപ് തിങ്കിൽ പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു വിഷയത്തിനെ കുറിച്ച് സെർച്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഒരു AI എങ്ങനെയാണ് തിങ്ക് ചെയ്യുന്നത്. അതാണ് ഡീപ് തിങ്ക് കൊണ്ട് ഈ ഡീപ് സീക്ക് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് AI എങ്ങനെയാണ് ഈ വിഷയത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ട് നമുക്ക് തരുന്നത് എന്നുള്ളത് ഫസ്റ്റ് നമ്മളൊരു വിഷയത്തെ കുറിച്ച് സെർച്ച് ചെയ്താൽ ഫസ്റ്റ് കാണിക്കും, എഐയുടെ ഡീപ് തിങ്ക് കാണിക്കും. അതിന് ശേഷമായിരിക്കും നമുക്കുള്ള റിസൾട്ട് അല്ലെങ്കിൽ നമുക്ക് ഹ്യൂമണിന് എന്ത് റിസൾട്ട് തരണം വെച്ച് കഴിഞ്ഞാൽ ആ റിസൾട്ട് അവർ അതിന് താഴെ തന്നെ പ്ലേസ് ചെയ്യാൻ പോണത്. അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഫീച്ചറാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും AI എങ്ങനെയാണ് അല്ലെങ്കിൽ AI ഏതൊക്കെ പ്ലാറ്റ്ഫോമുകളിൽ നിന്നാണ് ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ഈ ഒരു ഫീച്ചർ കൊണ്ട് കാണാൻ പറ്റുന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഏതായാലും ഈ ഡീപ് സീക്ക് എന്ന് പറയുന്ന ഒരു AI പ്ലാറ്റ്ഫോം ഇവർ ബിൽഡ് ചെയ്തേക്കുന്നത് ChatGPT ബിൽഡ് ചെയ്യാൻ എടുത്ത കോസ്റ്റിൻ്റെക്കാളും 90% കുറവ് എമൗണ്ടിലാണ് ഇവർ ഈ ഒരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്തേക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. സോ മറ്റുള്ള രാജ്യങ്ങൾക്കൊക്കെ ഇത് തീർച്ചയായിട്ടും ഒരു ഇൻസ്പിറേഷൻ തന്നെ ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ നമുക്കറിയാം നമ്മുടെ ഓലയുടെ ഓണറായിട്ടുള്ള പുള്ളി ഒരു AI പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ AI ടൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഇതൊക്കെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള AI ടൂളുകളൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നമുക്കറിയാം ഈ AI എന്ന് പറയുന്ന മേഖലയിലോട്ട് ചൈന അവരുടെ ഇൻട്രൊഡക്ഷൻ അറിയിച്ചേക്കാണ്. വലിയൊരു ഇൻട്രൊഡക്ഷൻ തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഡീപ് സീക്ക് എന്ന് വന്ന പ്ലാറ്റ്ഫോമോട് കൂടെ ഈ പറഞ്ഞ ചൈന എന്ന് പറയുന്ന രാജ്യം അവർ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഫ്യൂച്ചറിൽ നമുക്ക് ഇനി എഐയുടെ ഒരു വിപ്ലവം തന്നെയാണ് വരാൻ പോകുന്നത്. കാരണം 2030 ആവുന്നതോടുകൂടെ AI എന്ന് പറയുന്ന മേഖലയിൽ ഏകദേശം എനിക്ക് തോന്നുന്നത് 300 മില്യൺ ആളുകളുടെ ജോബ് റീപ്ലേസ് ചെയ്യപ്പെടുന്നൊക്കെയാണ് പറയുന്നത്. അതിൽ ഒരു പ്രധാന ഘടകമായിരിക്കും ഈ പറഞ്ഞ പോലെ ഡീപ് സീക്കും
അതുപോലെ ChatGPT ഒക്കെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും എഐനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ എഐനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോസുകളൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടിടുക. സോ താങ്ക് യു.